മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണെ എൻഐഎ കസ്റ്റഡിയിൽ വിട്ടു. പട്യാല എൻഐഎ പ്രത്യേക കോടതിയാണ് 18 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. റാണയെ പുലർച്ചെ 1 മണിയോടെയാണ് എൻഐഎ ആസ്ഥാനത്ത് എത്തിച്ചത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത്ലാൽ ചേരുന്നു. ശരത്ലാൽ, ഇന്നു മുതൽ എൻഐഎ ആസ്ഥാനത്ത് ശരത്തിലേക്ക് എത്താം. മുംബൈ ഭീകരാക്രമണ കേസ് മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണെ എൻഐഎ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 18 ദിവസത്തെ കസ്റ്റഡിയിലാണ് എൻഐഎ പട്യാല കോടതി വിട്ടിരിക്കുന്നത്. ഇന്നു മുതൽ എൻഐഎ ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലുണ്ട്. ശരത്ത്, വിവരങ്ങൾ പറയൂ. ഇന്നലെ അതിനാടകീയ രംഗങ്ങൾക്ക് ശേഷമാണ് റാണയെ ഇന്ത്യയിലെത്തിക്കുകയും എൻഐഎ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്ത്. ഇന്നലെ വൈകിട്ടോടെയാണ് ഇന്നലെ പ്രത്യേക വിമാനത്തിൽ അമേരിക്കയിൽ നിന്ന് റാണിയെ ഡൽഹിയിൽ എത്തിച്ചത്. ടെക്നിക്കൽ ഏരിയയിൽ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം രാത്രി 10 മണിയോടുകൂടിയാണ് അവിടെ നിന്ന് നേരെ പട്യാല എൻഐഎ പ്രത്യേക കോടതിയിൽ എത്തിക്കുകയായിരുന്നു. ആ പ്രത്യേക കോടതിയിൽ വളരെ അതീവ സുരക്ഷയിലായിരുന്നു വാദങ്ങളും പ്രതിവാദങ്ങളും നടന്നത്. റാണയ്ക്ക് വേണ്ടി ഡൽഹി നിയമ അതോറിറ്റി നിയോഗിച്ച അഭിഭാഷകൻ സച്ചിദേവ ഹാജരായിരുന്നു. 20 ദിവസത്തെ കസ്റ്റഡിക്കാണ് എൻഐഎ ആവശ്യപ്പെട്ടത്. എന്നാൽ 18 ദിവസത്തെ കസ്റ്റഡിയാണ് എൻഐഎക്ക് അനുവദിച്ചത്. മുംബൈ ആക്രമണ കേസിലെ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരനായ റാണയെ ഇന്നും അല്ലെങ്കിൽ 18 ദിവസവും വിവിധ ഏജൻസികൾ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാലും എൻഐഎ ഹെഡ്ക്വാർട്ടേഴ്സിലെ പ്രത്യേക സെല്ലിലാണ് ഇന്നലെ പുലർച്ചെയോടെ തന്നെ അദ്ദേഹത്തെ എത്തിച്ചത്. ഇന്നലെ തന്നെ ചോദ്യം ചെയ്തോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരണമില്ല. എന്തായാലും എൻഐഎയെ സംബന്ധിച്ചോളം വളരെ വലിയ ഒരു നേട്ടമാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. ഏതൊക്കെ ഇന്ത്യയിൽ നിന്ന് ആരൊക്കെ സഹായങ്ങൾ ചെയ്തു, പാകിസ്ഥാനിൽ എന്തൊക്കെ സഹായങ്ങൾ ലഭിച്ചു, ബോംബെ ആക്രമണ കേസിൽ നിന്ന് തുടങ്ങിയതടക്കമുള്ള നിരവധി കാര്യങ്ങൾ എൻഐഎ അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയാനുണ്ട്. അതുകൊണ്ട് തന്നെ റാണയെ ഇന്ത്യക്ക് കൈമാറ്റിയപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്തിച്ചപ്പോൾ തന്നെ റാണ തങ്ങളുടെ പൗരനല്ല എന്ന വാദവുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയിട്ടുണ്ട്. കനേഡിയൻ പൗരനാണ് റാണെ, അതുകൊണ്ട് തന്നെ റാണയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പത്രസമ്മേളനം നടത്തി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടുകൂടി പാകിസ്ഥാൻ ഇതിലുള്ള പങ്കിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം റാണയെ ചോദ്യം നടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. റാണയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ കേരളത്തിലടക്കം റാണ എത്തിയിട്ടുണ്ട്. കേരളത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് സന്ദർശനം നടത്തുകയും അത് സംബന്ധിച്ച കൂടുതൽ വിശുദ്ധമായ ഫോട്ടോകളടക്കുക രേഖകൾ എടുക്കുമെന്നായിരുന്നു ഹാഡ്ലി നേരത്തെ നൽകിയ മൊഴിയിൽ എൻഐയോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റാണയെ ചിലപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ കേരളത്തിൽ ആരൊക്കെ ബന്ധപ്പെട്ടു എന്ന രീതിയിലുള്ള അന്വേഷണവും നടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഒരു കാര്യത്തിൽ നമുക്ക് വ്യക്തമായ സൂചനയുണ്ട്. റാണയെ ഇന്ത്യക്ക് ലഭിച്ചത് പാകിസ്ഥാനെ സംബന്ധിച്ചോളം വളരെയധികം ആശങ്കാകുലയാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അടിയന്തരമായി പത്രസമ്മേളനം വിളിച്ച റാണയെ തങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി തന്നെ വ്യക്തമാക്കിയത്. ഇന്ന് രാവിലെ 11 മണിയോടെ വിവിധ ഏജൻസികളുടെ യോഗം നടക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലാണ് ജോയിന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ യോഗം നടക്കുന്നത്. അതിൽ എൻഐയുടെ ഡയറക്ടർ മേജർ സദാനന്ദ് അടക്കമുള്ള വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. ഐബി ചീഫ് പങ്കെടുക്കുന്നുണ്ട്. അതനുസരിച്ചിട്ടുള്ള തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും എൻഐയെ ചോദ്യം ചെയ്യുക റാണെ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ത്യയെ സംബന്ധിച്ചോളം നയതന്ത്രപരമായി വളരെ വലിയ ഒരു വിജയമാണ് റാണയെ ഇന്ത്യയിൽ എത്തിക്കുകയും അതിനുശേഷം എൻഐഎ കസ്റ്റഡിയിൽ ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി മുംബൈ ആക്രമണ കേസുകൾ ഏതൊക്കെ ഭാഗത്തു നിന്ന് ആരൊക്കെ സഹായം നൽകി എന്ന തഹാവൂർ റാണയെ 18 ദിവസത്തെ എൻഐഎ കസ്റ്റഡിയിലാണ് ഇട്ടിരിക്കുന്നത്. ഇന്നു മുതൽ എൻഐഎ ആസ്ഥാനത്ത് തഹാവൂർ റാണയെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും. വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് ശരത്ലാലാണ്.